കോഴിക്കോട് തിരുവമ്പാടിയിലെ കോൺഗ്രസ് വിമതനെതിരെ നടപടി. തിരുവമ്പാടി പഞ്ചായത്ത് 7ാം വാർഡ് വിമത സ്ഥാനാർത്ഥി ജിതിൻ പല്ലാട്ടിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. കോൺഗ്രസ് തിരുവമ്പാടി മണ്ഡലം വൈസ് പ്രസിഡന്റാണ് ജിതിൻ പല്ലാട്ട്. ഷബീർ ഒമർ ചേരുന്നു. ഷബീർ, എന്തുകൊണ്ടാണ് നടപടി? കോൺഗ്രസിൽ വിമതരായി മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് നേരത്തെ DCC അധ്യക്ഷൻ പിന്മാറാനുള്ള സമയം അനുവദിച്ചിരുന്നു. അതായത് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം കഴിഞ്ഞതിന് ശേഷവും ഈ മത്സര രംഗത്ത് നിന്ന് പിന്മാറാൻ 48 മണിക്കൂർ സമയം അനുവദിച്ചിരുന്നു. ഇതിനുശേഷവും പിന്മാറിയില്ലെങ്കിൽ കടുത്ത നടപടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പും DCC നേതൃത്വം നേരത്തെ നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മത്സര രംഗത്ത് നിന്ന് പിന്മാറാത്ത തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിലെ 7ാം വാർഡിൽ മത്സരിക്കുന്ന തിരുവമ്പാടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ജിതിൻ പല്ലാട്ടിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നത്. പ്രാഥമിക അംഗത്വത്തിൽ നിന്നാണ് ഇദ്ദേഹത്തെ പുറത്താക്കിയിരുന്നത്. കഴിഞ്ഞ ദിവസം ഇദ്ദേഹം പ്രതികരണത്തിൽ ഇദ്ദേഹം പറഞ്ഞിരുന്നു, പുറത്താക്കിയാലും താൻ മത്സര രംഗത്ത് നിന്ന് പിന്മാറില്ല, കോൺഗ്രസുകാരനായി തുടരും എന്നതടക്കമായിരുന്നു ജിതിൻ പല്ലാട്ടിന്റെ പ്രതികരണം. അതിന് കാരണമായി പറയുന്നത് ഇദ്ദേഹം മത്സരിക്കുന്ന വാർഡിൽ ഒരു ബന്ധവുമില്ലാത്ത, വാർഡുകാരനല്ലാത്ത, അവിടുത്തെ ജനങ്ങൾ അംഗീകരിക്കാത്ത ആളെ സ്ഥാനാർത്ഥിയാക്കി ഇതിൽ പ്രതിഷേധിച്ചാണ് താൻ മത്സരിക്കുന്നത് എന്നുമായിരുന്നു ജിതിൻ പല്ലാട്ടിന്റെ വിശദീകരണം. എന്തായാലും ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇദ്ദേഹത്തെ പുറത്താക്കി കോൺഗ്രസ് നടപടിയെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന, കാരശ്ശേരി ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് ജിഷാലിനെയും കഴിഞ്ഞ ദിവസം കോൺഗ്രസ് പുറത്താക്കിയിരുന്നു. 6 വർഷത്തേക്ക് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയായിരുന്നു നടപടി. ഇതിന് പിന്നാലെയാണ് മറ്റൊരാളെ കൂടി കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി നടപടി സ്വീകരിച്ചിരിക്കുന്നത്. തന്നെയാണ്. ശരി ഷബീർ.